കാണിക്കും ഈ നിറം ഇതെങ്ങനെ ഇങ്ങനെ മാറുന്നത് എനിക്ക് അറിയില്ല. അമ്മയുടെ ഭാഗം കാണിച്ചിട്ട് ഇങ്ങനെ കാണണം. ഞാൻ ഫോട്ടോ ഇട്ട് കാണിക്കാം. എന്റെ കൊച്ചിന്റെ ഫോട്ടോയില്ലേ ഉണ്ട്. ഇങ്ങനെ ഇതൊക്കെയാ ചെയ്യുന്നത് രോഗം. കുഞ്ഞിനോട് ഭയങ്കര ശല്യം. ഇതിനോടില്ല കൊണ്ടോ. അപ്പൊ നമ്മുടെ പുറം കാണിച്ചിരിക്കുന്ന വെള്ളം ഒഴിയുമോ? ഇങ്ങനെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊച്ചിയമ്മ വെച്ചിട്ട് ഇവരെ പുറം എങ്ങനെ ഇങ്ങനെ കാണും ഇത് പാടുന്നത്. ഹോസ്റ്റലിലെ എറണാകുളത്ത് നിൽക്കുന്ന ഹോസ്റ്റലിലെ ഒരു എന്തോ അന്നേരം നോക്കുമ്പോൾ നമ്മളിങ്ങനെ പുറത്ത് പാടാൻ വേണ്ടി എന്റെ മൊത്തം നല്ല കുഴപ്പമില്ല. അവർക്കറിയാതെ എന്തെല്ലാം വേദനകളോ അറിയാവോ. അതിനാ യൂപി എന്ന് പറയുന്നതേ സാരി കുടിക്കരുത്. പിന്നെ സാരി ഇവിടൊക്കെ കണ്ണ് ഇവിടൊക്കെ വെച്ചിരിക്കുന്ന ആളുകൾ കാണും. അപ്പൊ മുഖം കറങ്ങിച്ച് ഇതൊക്കെ വെച്ചിരിക്കുന്ന കൈ കാലൊക്കെ കറങ്ങിക്കുക ഒക്കെയായിരുന്നു ആ പണികള്. നമ്മള് കത്ത് ഇതാക്കാതെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇവിടെ ഒരിക്കൽ കൈയുടെ ഇവിടെ മാത്രമേ ഇവിടെ തുണിയിട്ടുള്ളത്. ഇവിടെ വരെ ലൈനിങ് ഉണ്ട്, കൈക്കിങ്ങോട്ട് ലൈനിങ് ഇല്ല. അവരെ പൂരിപ്പിച്ചല്ലേ കൊണ്ട് വേറെ ഇതെന്തോന്നത്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങള് എന്താന്നുള്ളത്. മനസ്സിലായില്ലയോ? നമ്മളെ കള്ളക്കത്തിന്റെ വലിയ കള്ളനായി ഇതിന് പോയ ഭയങ്കര കള്ളരാ ഇങ്ങനെ നടക്കുക. അതേ തെളിവുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി റൂൾസ് ദ വേൾഡ്. സയൻസ് ടെക്നോളജി ആൻഡ് പീപ്പിൾ ക്യാൻ ഓൺലി സേവ് യു. എഴുതിയ സാധനം എന്തെങ്കിലും കിട്ടിയ സേവ് യു. ഇതിനെ രക്ഷിക്കാൻ സയൻസിനും ടെക്നോളജിയും ആളുകൾക്കേ പറ്റുന്നുള്ളൂ. അവൻ പറഞ്ഞതാ, കമ്പ്യൂട്ടർ സയൻസുകാരൻ പറഞ്ഞതാ. നമുക്കറിയില്ല അവൻ പറഞ്ഞത്. അവനെ പറഞ്ഞത് എന്റെ തെളിവായിട്ടുണ്ട്. ഞാനിത് വിശദമായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞത് സയൻസും ടെക്നോളജിക്ക് വേണ്ടി ടെക്നോളജി വഴിയായി ഇവന്മാരുടെ ചെയ്യുന്നതേ. നമ്മള് ക്യാമറ ഓഫ് ചെയ്യുക. വേറെ എങ്ങനത്തെ ക്യാമറ ഓഫ് ആവത്തില്ല. ഇൻവെർട്ടർ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഓഫ് ചെയ്യുക. പിന്നെ ഇന്റർനെറ്റ് നെറ്റ് കളയുക. ഇതൊക്കെ ഇന്റർഫിയറൻസ് എന്ന് പറയുന്ന സാധനം വഴിയാണ് കളയുന്നത്. വേറെ ഇതേ വേവിലുള്ള വേറെ ഇത് കളയുക. അവിടെ അപ്ലോഡ് ചെയ്തൊന്നും അപ്ലോഡ് ചെയ്യുക. ഭയങ്കര വേറെ ഇവരുടെ സയൻസ് ആൻഡ് ടെക്നോളജിയാ. അത് തന്നെ ഞാനും പറയുന്നത്. ഞാൻ പറഞ്ഞ പൂർവ്വമേ ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല. അങ്ങനെ പൂർവ്വം ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് ലാഭമാണെന്ന് പറയാം. അതായത് സയൻസ് ആൻഡ് ടെക്നോളജി കൊണ്ടെല്ലാം നീங்க ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത്. കണ്ടവരെ ഇവിടോട്ട് കയറി വരുന്നത് കാണാം. ഏതോനാ കണ്ടവന്മാരെ കടയിൽ പോയ ആളുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഉണ്ട് തെളിവ്. ഇത് കണ്ടുകൊണ്ട് മാവേലിക്കര മജിസ്ട്രേറ്റേ സുഭാഷ് എന്ന് പറയുന്നതിന്റെ എഴുതിയതെല്ലാം കൂടെ കൊണ്ടപ്പോഴേ ഒരു വേറൊരു കേസായിട്ട് ഫയൽ ചെയ്ത് വരണം മനുഷ്യൻ. എന്നിട്ട് അവൻ അത്രയും തെമ്മാടിത്തമാണ് ഇങ്ങനെ പറയുന്നത്. സുഭാഷ് പറഞ്ഞത് കണ്ടന്നൂർക്കാരൻ സുഭാഷ് കുമാരൻ ആ പറഞ്ഞത്. 10ാം ക്ലാസ്സിൽ തെറ്റ് അത് തെളിയിക്കണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ തെറ്റെന്നൊക്കെ ഒരു പെണ്ണുങ്ങളോട് പറയുന്നത് തോന്നിയാസല്ലോ പറഞ്ഞത്. മജിസ്ട്രേറ്റ് വായിച്ചേ. മജിസ്ട്രേറ്റ് എന്താണെന്ന് അറിയാമോ? പുതിയൊരു കേസായിട്ടൊന്ന് ഫയൽ സ്വീകരിക്കുകയാണ് മാവേലിക്കര മജിസ്ട്രേറ്റ്. അതിന് പിന്നെ നോക്കണം പുതിയതായിട്ട് കൊടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇതെല്ലാം ഭീഷണി ഇന്നും ഇന്നലെ കുറേ ഭീഷണിയല്ലത്. ഇത് കുറെ നാളുകൊണ്ടുള്ള ഭീഷണിയാണ് യുവമാരെ.